കിട്ടിയ 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 അങ്ങനെ അവസാനം ഞങ്ങൾക്ക് ടാബോക്കുള്ള ബസ് ടിക്കറ്റ് കിട്ടിയിട്ടാ. പിയോന്ന് ഏകദേശം ടാബോ താനായിട്ട് 164 കിലോമീറ്റർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ടിക്കറ്റ് പ്രൈസ് വന്നത് 437 ചെയ്യണം. ഇങ്ങനെ പുലർച്ചെ 3 മണിക്ക് എന്റെ ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്താൽ ഗുണം വെച്ചാൽ 164 കിലോമീറ്റർ നിൽക്കാണ്ട് സീറ്റിലിരുന്ന് മര്യാദയ്ക്ക് പോട്ടാ. അവിടുന്ന് നേരെ ടെന്റിന്റെ അടുത്ത് പോയി അവന്മാരെ വിളിച്ചേനിപ്പിച്ച് ഇപ്പൊ ടിക്കറ്റ് കിട്ടിയ കാര്യം പറഞ്ഞുട്ടാ. അപ്പൊ തന്നെ ഞങ്ങൾ ടെന്റ് വിളിച്ച് പാക്ക് ചെയ്യാനുള്ള പരിപാടി തുടങ്ങി. അങ്ങനെ എല്ലാ സാധനം തട്ടി ബാഗ് ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ പോയി പല്ലേക്കിട്ടെ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിലാണ് ഞാൻ ബ്രഷും പേസ്റ്റ് ഒക്കെ ഇട്ട് വയ്ക്കുന്നത്. നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് പിയോലത്തെ ബസ് സ്റ്റാൻഡിലെ വ്യൂ ആണ്. ഞാനാണെങ്കിൽ ഈ ഭംഗി ആസ്വദിച്ച് നിന്നിട്ട് പല്ലേക്ക് തുടങ്ങിയിട്ട് കുറെ നേരം. ഈ ബസ് സ്റ്റാൻഡിലാണെങ്കിൽ ഞങ്ങൾ തപ്പിട്ട് ആകെ ഒരു ചാർജിംഗ് ബോട്ട് മാത്രം ഞങ്ങൾ കണ്ടോളൂ. കുറെ നേരം വെയിറ്റ് ചെയ്ത് അടിയിട്ടാക്കിയിട്ടാണ് ഇപ്പൊ എന്റെ പവർ ബാങ്ക് അവിടെ ഊത്തിട്ടേക്കുന്നത്. സമയം 5:30. അധികം നേരം ഒന്നും പവർ ബാങ്ക് ചാർജിൽ വെക്കാൻ പറ്റിയില്ല. കാരണം അപ്പോഴേക്കും ബസ് വന്നുട്ടാ. കയ്യിലുണ്ടായിരുന്ന ബാഗ് സാധനം ഡിക്കിൽ വെച്ച് അടച്ചുപൂട്ടി ഞങ്ങൾ നേരെ സീറ്റ് പോയിരുന്നു. അവിടുന്ന് ബസ് എടുത്ത് കുറച്ച് ദൂരം പോയിപ്പിക്കും. നല്ലോണം വിശക്കണം. കാരണം വയറ്റിൽ നിന്നൊക്കെ ഓരോ സൗണ്ട് കേട്ട് തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന ബിസ്ക്കറ്റും പൊട്ടിച്ചപ്പോ തീറ്റി തുടങ്ങി. ഞങ്ങൾ ഈ ബിസ്ക്കറ്റ് കഴിച്ച് തീരില്ല. അപ്പൊ തന്നെ ബസ് ആണെങ്കിൽ ഒരു ഹോട്ടലിൽ കൊണ്ട് നിർത്തിയിട്ട് ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. എന്തായാലും ഇവിടെ വണ്ടി നിർത്തിയല്ലേ എന്ന് വിചാരിച്ച് ഇപ്പൊ വയറിന്റെ സ്റ്റോറേജ് ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഒരു ആലു പൊറോട്ടയും വാങ്ങിച്ച് പൈസ കൊടുത്ത് നേരെ ബസ് കയറി വീണ്ടും യാത്ര തുടങ്ങിയിട്ടാ. സാധാരണ ഞങ്ങൾ ബസ് കയറി ഉറങ്ങാണ് പതിവ്. ഈ വട്ടം എന്തായാലും ഞാൻ ബസ് കയറി ഉറങ്ങണില്ല എന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ഈ വട്ടം കുറെ കാഴ്ചകൾ കാണാൻ പറ്റിയിട്ടാ. ഇപ്പോഴാണ് എന്റെ മനസ്സിൽ മൊത്തം ബസ് കുറച്ചുകൂടി അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞ പിന്നെ ഞങ്ങൾ ആ പുഴയിൽ ഉണ്ടാവില്ല ഈശ്വരാന്ന് പറഞ്ഞു. അങ്ങനെ ഉച്ച ചെയ്തുകൊണ്ട് വണ്ടിയാണെങ്കിൽ ഒരു ഹോട്ടലിന്റെ സൈഡിൽ നിർത്തിയിട്ട് ഇപ്പൊ ഫുഡ് കഴിക്കാനായിട്ട്. എനിക്കാണെങ്കിൽ വലിയ വിശപ്പൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് ഒന്നും വാങ്ങിച്ച് കഴിക്കണില്ല. ഇവനാണെങ്കിൽ ആലു പൊറോട്ട തിന്നും അടുത്ത് കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് ചപ്പാത്തി മസാല കറി വെട്ടി വീഴുന്നുണ്ട്. കടയിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോഴാണ് എന്റെ കണ്ണിൽ ഈ സാധനം ശ്രദ്ധപ്പെട്ടെ. ഇതാണ് ഉണക്കിയെടുത്ത ആപ്പിൾ. സംഭവം എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഞാൻ എന്തായാലും ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. സംഭവം എന്തായാലും 1 കിലോ ഉണ്ടോ. പക്ഷെ 70 രൂപ മാത്രം ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ പ്രൈസ്. ഒപ്പം ഒരു 50 രൂപ കൊടുത്ത് അതിന്റെ കൂടെ ഒരു പാക്കറ്റ് ചെറിയും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ചെറിയ എന്തായാലും ഞങ്ങൾ കഴിച്ചു നോക്കി. എന്തായാലും ഓക്കെ ആയിരുന്നു കേട്ടോ. ഡ്രൈ ആപ്പിൾ ആണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാ. നിങ്ങൾ ഇതുവരെ ആയിട്ടും ഡ്രൈ ആപ്പിൾ വാങ്ങിച്ച് കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു വട്ടെങ്കിലും വാങ്ങിച്ച് കഴിച്ചോളൂ കേട്ടോ. നാട്ടിലെങ്ങനെ ഉണ്ടാവും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ ഇവിടെ വന്ന് കഴിക്കേണ്ട കാര്യമായിട്ടാ ഞാൻ പറഞ്ഞു. അപ്പൊ ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ ടാബ് എത്തിയിട്ട് കാണാം. അപ്പൊ ഓക്കെ ബൈ.